സാക്ഷാൽ കാലൈവാപര, അപരനായിട്ടുള്ള അണ്ടകനാണ്, മറ്റൊരു കാലനെ പോലെയാണ്. നീ ഒരു അണ്ടകനെ ജയിച്ചിട്ടുണ്ട്, ആ അണ്ടകനല്ല, മറ്റൊരണ്ടകനാണ്. നീ ജയിച്ചിട്ടില്ലാത്ത അണ്ടകനാണ്. ആ അണ്ടകനെ പോലെ എൻ്റെ പ്രാണങ്ങളെ അപഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്നെ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ കഥ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ശ്രീരാമചന്ദ്രൻ അനുജനോടും വാനര സൈന്യങ്ങളോടും കൂടി എൻ്റെ ഗോപുരദ്വാരത്തെങ്കിൽ അവിടെ യുദ്ധത്തിന് ഒരുങ്ങി അവിടെ നിൽക്കണു. രാവണ, നിനക്ക് ബുദ്ധിയില്ലാത്തോണ്ടല്ലേ നീ ഇപ്പോഴും അത് മനസ്സിലാക്കാത്തത്? നീ ഇപ്പോഴും ആ അജ്ഞാന സമുദ്രത്തിൽ മുങ്ങി ഇവിടെ ഇങ്ങനെ ഇരിക്കുക. മറ്റ് പുറത്ത് നടക്കണതൊന്നും നീ അറിയണില്ല. നിനക്ക് ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലും നീ അറിയണില്ലല്ലോ രാവണ. നീ ഇങ്ങനെ ഒരു കൊള്ളരുതാത്തവനായി പോയില്ലോ എന്ന് അങ്കടൻ രാവണനോട് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ രാവണൻ ഇതങ്ങോട്ട് കേട്ടൂലോ. കേട്ടപ്പോൾ അങ്ങനെ ദേഷ്യം സഹിക്കുക വയ്യാണ്ടേ. എങ്ങനെയാണ് സഹിക്കുക? ത്രൈലോക്യനാഥനായിട്ടുള്ള എൻ്റെ മുമ്പിൽ ഒരു വാനരം എൻ്റെ ഒപ്പം ഇരുന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാ, നീ രാവണ, നീ ബുദ്ധിയില്ലാത്തവനാ, നിനക്ക് ആപത്ത് സംഭവിക്കാൻ പോണു, അത് നീ അറിയണില്ല, നീ ബുദ്ധിയില്ലാത്തവനാ, കൊള്ളരുതാത്തവനാ. എൻ്റെ മുഖത്ത് നോക്കിയിട്ടൊരു കുരങ്ങൻ ഇങ്ങനെയൊക്കെ പറയേ. ദേഷ്യം അങ്ങോട്ട് സഹിക്ക വയ്യാണ്ടായപ്പോൾ രാവണൻ്റെ മുഖത്തുനിന്ന് ചില ശബ്ദങ്ങൾ പുറപ്പെട്ടു. പക്ഷെ ഇവനോട് ഒന്നും അങ്ങോട്ട് പറയരുത്. എന്തെങ്കിലുമൊക്കെ പറയാൻ പുറപ്പെടുമ്പോഴാണ്, ഇങ്ങനെയുള്ള ആളുകളോട് എന്തെങ്കിലും പറയുമ്പോഴാണ് അബദ്ധം ഉണ്ടാവേ. ചില ആളുകൾ ചിലത് പറയുമ്പോൾ കേട്ടൂന്ന് നടിക്കരുത്. അങ്ങനെ അവരെ അങ്ങനെ കണ്ടൂന്ന് നടിക്കാണ്ടിരിക്കുക, അതൊക്കെയാണ് നല്ലത് എന്ന് വിചാരിച്ച് ഇവനെ കണ്ടൂന്ന് നടിക്കണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എങ്കിലും അങ്കടൻ്റെ ഈ വാക്കുകൾ അങ്ങോട്ട് കേട്ടപ്പോൾ അറിയാണ്ട ദേഷ്യം കാരണം ചില ശബ്ദങ്ങൾ പുറപ്പെട്ടു. എന്താ പുറപ്പെടണോ എന്നാണെങ്കിൽ, കാസ്തുവം, ആരാണീയ, നീ ആരാ എടാ എൻ്റെ മുമ്പിൽ വന്നിരുന്ന ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ നീ ആരാ എന്ന് ചോദിച്ചു. ദേഷ്യം കാരണമാണ് അങ്ങനെ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോൾ അങ്കദൻ അതിനെന്താ പ്രത്യുത്തരം പറഞ്ഞത്? എന്താ അവൻ എന്നോട് ചോദിക്കണത്? ഞാൻ ആരാണെന്നോ? എൻ്റെ ഈ രൂപം കണ്ട അവനറിയില്ലേ ഞാൻ ആരാണെന്നുള്ളത്? ഞാൻ ഒരു കുരങ്ങനാണ്, അത് കണ്ടാൽ മനസ്സിലാവുകയെ. അതന്നെയാണ് അപ്പോൾ അവനോട് പറയേണ്ടത്. ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊരു കുരങ്ങനാണ് കേട്ടോ എന്നാണ് അവനോട് പറയേണ്ടത്. പക്ഷേ അങ്ങനെ പറയല്ല ഭേദം. എന്നോട് ഞാൻ ആരാണെന്ന് ചോദിക്കണം അല്ലേ? നടന്നെ മതി. അങ്കദനും അതന്നെ അങ്ങോട്ട് ചോദിച്ചു. കാസ്തുവം, നീ ആരാ രാവണ? നീ ആരാ? ഞാൻ ആരാണ് എന്ന് ചോദിക്കാൻ നീ ആരാണ്? അങ്ങനെയാണ് അങ്കദൻ ചോദിച്ചത്. അവിടെ ചോദിച്ചപ്പോൾ രാവണന് വെറുതെ അല്ല, വാനരന്മാരുടെ ഒരു സമ്പ്രദായമാണ്, അവരുടെ ഒരു പ്രകൃതിയാണതേ. ഞാൻ എന്താ ചോദിക്കണത് വെച്ചാൽ അതന്നെ അവനും ഇങ്ങോട്ട് ചോദിക്കുള്ളൂ. വാനരന്മാർ സ്വതവേ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതാണ് അവനും ഞാൻ ആരാണ് എന്നാണ് ഇപ്പോൾ അവൻ ചോദിക്കണതേ. ഞാൻ ആരാണെന്നുള്ളത് അവൻ അറിയാണ്ടല്ല അവൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആരാണെന്നുള്ളതൊക്കെ നല്ലോണം നിശ്ചയമുണ്ട്. പിന്നെയും എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചത് തന്നെ ഇങ്ങോട്ട് ചോദിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അതിന് മറുപടി പറയണമല്ലോ, പറയാണ്ടിരിക്കല്ല. ഞാൻ ആരാണെന്നുള്ളത് നിനക്കറിയണം അല്ലേ? എന്നാ കേട്ടോളൂ. സമസ്ത ജഗതാം നാഥോസ്മ്യഹം, അഹം സമസ്ത ജഗതാം നാഥോസ്മി, ഞാൻ സമസ്ത ജഗത്തുക്കളുടെയും നാഥനാണ്. എടാ കുരങ്ങാ, ഞാൻ ആരാണ് അല്ലേ? ഞാൻ ത്രൈലോക്യത്തിൻ്റെ മുഴുവൻ നാഥനാണ്. എടാ കുരങ്ങാ, ഞാൻ ആരാണ് അല്ലേ? ഞാൻ ത്രൈലോക്യത്തിൻ്റെ മുഴുവൻ നാഥനാണ്. സ്വർഗത്തിലുള്ള ദേവന്മാരെയും ഭൂമിയിലുള്ള രാജാക്കന്മാരെയും പാതാളത്തിലുള്ള രാക്ഷസന്മാരെയും മുഴുവൻ ജയിച്ച് ത്രൈലോക്യത്തിൻ്റെ നാഥത്വം വഹിക്കുന്ന ആളാണ്. നാഥനാണ് ഞാൻ, ത്രൈലോക്യനാഥനാണ്, ഈ ജഗത്തിൻ്റെ മുഴുവൻ നാഥനാണ് ഞാൻ എന്ന് പറഞ്ഞു. അങ്ങോട്ട് കേട്ടപ്പോൾ രാവണ, എന്താ നീ പറഞ്ഞത്? നീ നാഥനാണോ? ഞാൻ സമ്മതിക്കില്ല. നീ നാഥനാണ്, ത്രൈലോക്യത്തിൻ്റെ മുഴുവൻ നാഥനാണ് നീ എന്നെ അങ്ങോട്ട് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല.
സമ്മതിക്കാൻ ഭാവമില്ല. നീയല്ല നാഥൻ, നീയല്ല ത്രൈലോക്യനാഥനെ, പിന്നെ ആരാ ത്രൈലോക്യനാഥൻ എന്നാണെങ്കിൽ നാഥോസ്മ്യഹം, ഞാനാണ് ത്രൈലോക്യനാഥൻ. രാവണ, നീയല്ല ഈ ത്രൈലോക്യത്തിൻ്റെ നാഥൻ, അത് വേറെ ആരുമല്ല, ഞാനാണ്. ഓ, നല്ല കുരങ്ങൻ തന്നെയാണ് ഉറപ്പായി അല്ലേ? സാധാരണ ഒരു കുരങ്ങനല്ല ഇവൻ, നല്ല കുരങ്ങൻ തന്നെയാണ്. പക്ഷെ അതാണ് ആദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ അതെന്നെ ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ അതന്നെ അങ്ങോട്ട് തിരിച്ച് പറയുക. ചോദിക്കണത് തിരിച്ച് ചോദിക്കുക, പറയണത് തിരിച്ച് പറയുക. ഇതൊക്കെ ഈ വാനര ചാബല്യത്തിൽ പെടറാ. എന്താ അങ്ങോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതന്നെ അവരിങ്ങോട്ട് ചെയ്യുള്ളേ. അതാണ് ഞാൻ നാഥനാണെന്ന് പറഞ്ഞപ്പോൾ അവനും നാഥനാണത്രേ ഈ കുരങ്ങനെ, ത്രൈലോക്യനാഥനെ. ഇവനെ അബദ്ധാക്കാൻ പറ്റിയൊരവസരമാണ്. നാഥത്വം ഹി കപേ കുതാ, എടാ കപികൾക്ക് നാഥത്വം എവിടുന്നാ? എടാ വാനരം, എടാ കുരങ്ങ, എവിടുന്നാ ഈ വാനരന്മാർക്ക് നാഥത്വം കിട്ടുക? കുരങ്ങനെ എവിടെയെങ്കിലും നാഥനാക്കിയെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നും പറ്റാണ്ട് അപ്പോൾ ഒരു കുരങ്ങനെ പിടിച്ച് നാഥനാക്കി ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇന്നേ വരെ കേട്ടിട്ടില്ല. ഇനി കേട്ടുകൂടായ ഇല്ല എന്നല്ല കേട്ടോ, ചിലപ്പോൾ ഇനിയൊക്കെ അങ്ങനെ സംഭവിച്ചേക്കാം. കാരണം ഇപ്പോൾ ഉള്ള ആളുകളുടെ വൈഭവം കേമത്വം കൊണ്ടാണേ. പക്ഷെ ഇപ്പോൾ ഈ പല ആളുകളും ഭരിച്ചിട്ടുണ്ട്, ഇങ്ങനെ മാറി മാറി ഭരിക്കുക. ഒന്നാമത് ജനങ്ങളാണ് ആരാണ് ഭരിക്കേണ്ടതെന്നൊക്കെ ഇപ്പോൾ നിശ്ചയിക്കണത്. അല്ലാണ്ട് യോഗ്യതയും കേമത്വമൊന്നും നോക്കിയിട്ടല്ല ഭരണാധികാരികളെ നിശ്ചയിക്കുക. ആരാ ഭരിക്കേണ്ടത് ജനങ്ങൾ വിചാരിക്കണത് ഏത് കൊള്ളരുതാട്ടവനും ആവാം. അങ്ങനെ ഒരു കാലമാണത്. അതുകൊണ്ട് ഈ മാറി മാറി ഓരോരുത്തരെ ഇങ്ങനെ പരീക്ഷിക്കേണ്ട. ആദ്യം ഒരു കൂട്ടർ ഭരിച്ചു, അവർ കുറച്ച് കാലം ഭരിച്ചപ്പോൾ തോന്നി ഇത് അത്ര നല്ല നേരെയാവില്ല, ഞാൻ വേറെ ചില ആളുകൾ ഭരിച്ചോട്ടെ എന്ന് വിചാരിച്ച് വേറെ ചില ആളുകൾ ഭരിക്കാൻ ഏൽപ്പിച്ചു. അവർ ഭരണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി അയ്യോ എന്നാ മുമ്പലത്തെ ആയിരുന്നു കുറച്ച് ഭേദം എന്നാണ് തോന്നണത്, ഇത് അത്ര തന്നെ പറ്റാണ്ട് കേൾക്കണു കേട്ടോ. അത് കഴിയുമ്പോൾ വേറെ ചില ആളുകൾ, ഇവിടെ അങ്ങനെയാണല്ലോ, ഇവിടെ ഈ സ്ഥിരമായിട്ടുള്ള ഭരണമുള്ളൊരു സ്ഥലമല്ല, ഈ മാറി മാറി ഭരിക്കണ സ്ഥലമാണ്. അങ്ങനെ ആകുമ്പോൾ കുറേ കാലം ഇങ്ങോട്ട് കഴിഞ്ഞു. അപ്പം അങ്ങോട്ട് തോന്നി ഇപ്പം ഭരിക്കണവരുടെ കഥ ആലോചിക്കുമ്പോൾ വേണ്ട, ഇത്ര കൊള്ളരുതാത്തൊരു ഭരണം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ. എന്താ എനിക്ക് തോന്നുന്നത്? തൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നണത്. അതെ, ഇത് ഇത്ര കൊള്ളരുതാത്തവന്മാരാണ് വിചാരം. എന്തായാലും ഇവർ വേണ്ട. ഇനിയിപ്പോൾ ആരെ കൊണ്ടാണ് ഭരിപ്പിക്കുക? ഇനി ആരാ ഭരിക്കണ്ടേ? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്തായാലും ഇപ്പോൾ ഉള്ള ആളുകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് ഒരു കുരങ്ങൻ ഭരിച്ചാൽ കുറേ കൂടി നേരെയാവുന്ന. ഇപ്പോൾ ഉള്ളവരൊക്കെ ഭേദം അതാണ് അല്ലേ? എന്നാൽ ഒരു കുരങ്ങനെ നാഥനാക്കാടോ, ഒരു കുരങ്ങൻ ഭരിക്കട്ടെ. എന്തായാലും ഇവരൊക്കെ ഭരിച്ചിട്ട് ഇത്രയൊക്കെ ആയി, ഇനി ഒരു കുരങ്ങൻ ഭരിച്ചാൽ എങ്ങനെയാവും എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ എന്ന് വിചാരിച്ച് ഒരു കുരങ്ങനെ നാഥനാക്കി, ഒരു കുരങ്ങനെ ഭരിക്കാൻ ഏൽപ്പിച്ചു. എന്നെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്നേ വരെ കേട്ടിട്ടില്ല. ഇനി ഇപ്പോൾ ഉള്ള ആളുകളുടെ കേമത്വം കൊണ്ട് ഉണ്ടായിക്കൂടായില്ല എന്നല്ല പറയണത്. എന്നാലും ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ നാഥത്വം ഹി കപേ കുതാ, എടാ ഒരു കുരങ്ങനെ ആരാണ് ആഠനായിട്ട് നിശ്ചയിക്കാൻ? നിനക്ക് എവിടുന്നാണ് ആഠത്വം കിട്ടിയത്?